അസ്സലാമു അലൈക്കും. എന്റെ കഥയുടെ പേരാണ് മുത്തുനബിയും പെരുങ്കള്ളനും. മുത്തുനബിയുടെ കാലത്ത് മഹാനുണയനും പെരുങ്കള്ളനുമായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു. മദ്യപാനം, പിടിച്ചുപറി, അടിപിടി മുതലായ എല്ലാ ദശീലങ്ങളും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മദീനയിൽ മുത്തുനബിയെ സന്ദർശിക്കാൻ ആളുകളെത്തി. കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അയാളെ മനസ്സിലാക്കിയ മുത്തുനബി പുഞ്ചിരിച്ചു കണ്ട് ചോദിച്ചു, മകനെ, നിന്റെ ദൃശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണോ? മുത്തുനബി പറയുകയല്ലേ. അയാൾ അത് സമ്മതിച്ചു. ശരി, എങ്കിൽ ഇന്നു മുതൽ നീ കളവ് പറയരുത്. അയാൾക്ക് അത് കേട്ട ആശ്വാസമായി. മോഷണവും പിടിച്ചു വരി നിർത്താൻ പറഞ്ഞില്ലല്ലോ. ശരി, എങ്കിൽ ഇന്നു മുതൽ ഞാൻ നുണ പറയില്ല, ഇത് സത്യം. അയാൾ ശപഥം ചെയ്തു. അന്നത്തോടെ അയാൾക്ക് പ്രശ്നമായി. മുത്തുനബി അടുക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ വലിയ ഈന്തപ്പനത്തോട്ടം കണ്ടു. ഹായ്, പഴുത്ത ഭാഗമായ ഈന്തപ്പഴങ്ങൾ. ഇന്ന് രാത്രി എല്ലാം തന്നെ അടിച്ചു മാറ്റണം. മുത്തുനബി മോഷ്ടിക്കരുതെന്ന് ചൊല്ലിയില്ലല്ലോ. അങ്ങനെ തീരുമാനിച്ചാണ് അവിടെ നിന്ന് നടന്നു നീങ്ങിയത്. പെട്ടെന്ന് ഉയർന്നു വന്ന ആ ചിന്ത മനസ്സിനെ ആശ്വാസമാക്കി. നാളെ ആരെങ്കിലും ചോദിച്ചാലോ മോഷ്ടിച്ചില്ല എന്ന് പറയാൻ പറ്റൂല, അത് നുണയാ. നുണ പറഞ്ഞാൽ മുത്തുനബി ശാപിക്കും. സത്യം പറഞ്ഞാലോ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്ത് ചെയ്യണം? മോഷ്ടിക്കണോ വേണ്ടിയോ? അയാൾ ധർമ്മസങ്കടത്തിലായി. അയാൾ കുറേ സമയം ആലോചിച്ചു. മോഷ്ടിക്കണ്ട എന്ന് വെച്ചു. കളവ് പറയില്ല എന്നൊരൊറ്റ തീരുമാനത്തിൽ ബാക്കിയുള്ള ദൃശീലങ്ങളൊക്കെ മാറി നല്ലയാളെ ജീവിച്ചു. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും.